ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളായ നമ്മളെല്ലാവരും സാധാരണയായിട്ട് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളത്? തലേ ദിവസം ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ആട്ടി ഒരു 7-8 മണിക്കൂർ പുളിപ്പിച്ചതിന് ശേഷമാണ് നല്ല ദോശ ഉണ്ടാക്കാറ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അധികം സമയം എടുക്കാതെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ദോശയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ദോശ ഉണ്ടാക്കാനായിട്ട് കുറച്ച് അധിക സാധനങ്ങളോട് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് വളരെ പോഷകസമൃദ്ധമായ ഒരു ദോശ കൂടിയാണ്. ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ ഒരു 3-4 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർത്ത് വയ്ക്കണം. അപ്പം അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് തുവരപ്പരിപ്പ്, 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് പച്ചരി, പിന്നെ ഒരു 1/4 ടീസ്പൂണും ഉണ്ടാവില്ല, ഇത്രയും ഉലുവ, ഒരു പിഞ്ച് ഉലുവ മതി. ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം. കുതിർക്കാൻ വെച്ച സാധനങ്ങളെല്ലാം ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇത് പകരാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടിയത്. ഇതിലേക്ക് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളവും കൂടെ ചേർക്കാം. ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കുക. രണ്ട് 3 ഇതള് കറിവേപ്പില അരിഞ്ഞതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർക്കുക. 1 ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഒരു കാര്യം, ഒരിക്കലും ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കരുത്. അരച്ചിട്ട് അപ്പോഴ് തന്നെ നമ്മൾ ദോശ ചുട്ട് എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. നമുക്കിനി ഇത് ദോശ ചുട്ടെടുക്കാം. അതിന് മുമ്പ് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ തിരികെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, 1-2 പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്, പിന്നെ 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് പകരാം. ഇനി ഈ ചട്നിയിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. ആദ്യം അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൊണ്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. ആദ്യം ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം അല്പം നല്ലെണ്ണയൊന്ന് പുരട്ടുക. ഈ കല്ലിൻ്റെ ചൂടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അല്പം തണുത്ത വെള്ളം ഒന്ന് മുക്കിയൊന്ന് തുടയ്ക്കുക.
കനം കുറച്ചങ്ങ് പരത്തിയെടുക്കുക. ഇതിൻ്റെ സൈഡുകളിലൊക്കെ അല്പം നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് ഇളകി വരാനായിട്ടൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചും വയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചിട്ടെടുത്താലും മതി. ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ട് മടക്കി എടുക്കുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത് കേട്ടോ. കഴിക്കാൻ നല്ല രുചിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതും പോരാത്തതിന് എന്ത് ഹെൽത്തിയാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ എണ്ണയൊന്നും ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ചുട്ടെടുക്കാനും നല്ല ദോശയാണിത്. ഈ ദോശ ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്ത് ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. എൻ്റെ മോൻ ആരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശ. ഇത് പുളിപ്പിക്കാത്തതുകൊണ്ടൊക്കെ, അതും ഇത്രയും പോഷകസമൃദ്ധമായ സാധനങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു രുചിയാണിത് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയ്ക്ക് രുചിയാണിത് കഴിക്കാനായിട്ട്. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.